സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. പുതിയൊരു പാതയിൽ വിരലുകൾ കോർത്തു നിൻ അരികെ നടന്നിടാൻ കാലമായി. മഴയുടെ തന്നിൽ പകൽ മീട്ടിയ വേളയിൽ കുളിരല തേടുവാൻ മോഹമായി. അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നുവോ, മിഴിനാളം മിന്നുന്നുവോ? നമ്മുടെ ഇടമായി ചേരവേ അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നുവോ, മിന്നുന്നുവോ? ഇന്ന് പോകും ചെറുക്കോ. അയ്യോ, ടെൻഷനാവുന്ന. ഞാനിപ്പോൾ തന്നെ ഷുഗർ പറഞ്ഞ് തറയാൻ വീഴുമെന്നാ തോന്നുന്നത്. ഇങ്ങോട്ട് നടന്നു വരുന്നേ. അയ്യോ, വരല്ലേ വരല്ലേ, കയ്യിൽ നിന്ന് പോകും. Arif, why you kissed me? നീ എന്തിനാ എന്നെ അങ്ങനെ നോക്കിയേ? അതുകൊണ്ടല്ലേ ഞാൻ കിസ് ചെയ്തേ. എല്ലാവരും നീ ചെയ്യത്തില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലേ നിന്നോട് എന്നെ അങ്ങനെ നോക്കല്ലേ എന്ന്. അവിടെ നിന്ന് നടന്നു വന്നപ്പോഴൊക്കെ പറഞ്ഞല്ലേ. ഞാൻ കേട്ടില്ല. ഞാൻ നോക്കിയാ നീ കിസ് ചെയ്യോ? ആ, ഇനിയും നീ അങ്ങനെ നോക്കി ഞാൻ കിസ് ചെയ്യും. എനിക്ക് ഫീലിങ്സ് ഒന്നും പിടിച്ചെടുത്ത ആൾ അത്ര വരെ ത്രാണിയൊന്നുമില്ല വേദ. ഡെഫിനറ്റ്ലി ഞാൻ ഇനി നിന്നെ കിസ് ചെയ്യും, ഉറപ്പാ. എന്നെ മാത്രമാണോ അതോ ഇങ്ങനെ നോക്കുന്ന എല്ലാവരെയും അറിവ് കിസ് ചെയ്യോ? ഓ കർത്താവേ, ഞാനിതുവരെ കിസ് പോലും ചെയ്തിട്ടില്ല. സമ്മതിച്ചു, ഞാനൊരു പ്ലേ ബോയൊക്കെ തന്നെയാണ്. എന്ന് വെച്ച് പിറകെ നടക്കുന്നല്ലാണ്ട് ഞാനാരെ കിസ്സൊന്നും ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്.
ആൻഡ് ദാറ്റ് വാസ് പെർഫെക്റ്റ് യുനോ. ഇനിയും മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിൻ്റെ കാര്യം. നീ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇനിയും ഞാൻ കിസ് ചെയ്യും. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു, ചെയ്യൂല. നോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അറിവെന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാണ്ട് പെട്ടെന്ന് കിസ് ചെയ്തപ്പോൾ കൺഫ്യൂസ്ഡായി. ഓ അതാണോ? അത് എനിക്ക് ഈ വക കാര്യങ്ങളിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഡയറക്റ്റ് അങ്ങ് ചെയ്യും. പിന്നെ നിൻ്റെ കണ്ണുകൾ പറഞ്ഞു നിനക്കും ആഗ്രഹമുണ്ടെന്ന്. സോ വെയിറ്റ് ചെയ്തില്ല. പിന്നെ എനിക്ക് ശരിയാന്ന് തോന്നി, ഞാൻ ചെയ്തു. ഇനി എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല. എനിക്കിനിയും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ നിന്നോട് ഞാൻ ഇനി എന്ത് പറയാനാ? അല്ല, ആക്ച്വലി ഈ പ്രപ്പോസൽ, കൺഫെഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കിസ്. സോ യു ആർ സോ ഫാസ്റ്റ്. അതുകൊണ്ട് കൺഫ്യൂസ്ഡായി ചോദിച്ചതാ. അതാ പറഞ്ഞത് എൻ്റെ പേര് അറിവാന്ന്. ഓഫ് എൻ്റെ പൊന്നു വേദ, നീ ഇത് എത്ര നേരം ഇങ്ങോട്ട് വന്നിട്ട്. സോറി ആക്ച്വലി എനിക്ക് വഴി തെറ്റിയതാ. കണ്ടിന്യൂ. അബി, നീ ഇതെവിടെ പോവാ? നീ എവിടെയും പോണ്ട, ഇവിടെ തീർന്നു. ശരി, ഗുഡ് നൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഈ ലിപ്സ് അത് വേറെ ആർക്കും കൊടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ചൊള്ളി മൈൻ. ഓക്കെ, പോട്ടെ. അപ്പോൾ ശരി. പൊക്കോ. ലിപ്സ് ഉള്ളി മൈനാ? വേദ, സത്യം പറ, എന്തുവായിരുന്നു ഇവിടെ പരിപാടി? രണ്ടുപേരും കൂടെ അടുത്തടുത്ത് നിൽക്കുന്ന കണ്ടു. വേറെന്താ ചെയ്തുകൊണ്ടിരുന്നേ? വേദ, ഹരിതാത്ത വല്ലതും ചെയ്തോ? ചെയ്തു. പുള്ളിക്കാരൻ ഭയങ്കര ഫാസ്റ്റാടാ. ബാക്കിയുള്ള കാര്യത്തിലേ ക്യൂട്ട്നെസ്സൊക്കെ ഉള്ളൂ, ഇതിൽ ഭയങ്കര കഴിവാന്ന് തോന്നുന്നുണ്ട്. എടാ ഒന്നും മിണ്ടിയില്ലടാ, ഞാനൊന്ന് നോക്കിയതേ ഉള്ളൂ. പുള്ളിക്കാരനെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായി നോക്കിക്കൊണ്ട് നിന്നു. പുള്ളിക്കാരനും അവിടെ നിന്ന് എന്നെ തന്നെ നോക്കുന്നുണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നടന്നു വന്ന് എന്നെ പിടിച്ചങ്ങ് കിസ് ചെയ്തു. പിന്നെ ഞാനും തിരിച്ച് കിസ് ചെയ്തു. അത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്നിട്ടിതോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. തോന്നുമ്പോൾ വന്ന് കിസ് ചെയ്യും, അന്നേരം എതിർക്കാനൊന്നും നിൽക്കണ്ട എന്തൊക്കെയോ പറഞ്ഞു. എന്ത് ക്യൂട്ടായിട്ടാണെന്നറിയാം അതൊക്കെ പറഞ്ഞേ. പക്ഷെ അതിലൊരു ഭീഷണിയും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മേ, എന്നെക്കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റൂല എൻ്റെ പൊന്നബി. ഞാൻ നിന്നോട് അന്നേരമേ പറഞ്ഞോളെ. പറഞ്ഞില്ലേ, നിന്നോടല്ല ഈ നാട്ടുകാരോട് മുഴുവൻ ഞാൻ പറഞ്ഞതാ, പുള്ളിക്കാരൻ നിസ്സാരക്കാരനല്ല. എൻ്റെ അമ്മ, എന്നെ റൊമാൻറ്റിക് ആയിരിക്കുമല്ലേ അപ്പം അങ്ങേര് റിയൽ ലൈഫിൽ. കിസ് ഇങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കും. നിൻ്റെയൊക്കെ യോഗം. മനുഷ്യ ഇവിടെ ഒരു കിസ്സിന് വേണ്ടി തെണ്ടി എപ്പോഴും തരത്തില്ല, മനസ്സായില്ലാത്ത തെണ്ടി. അതെ, നീ എന്നാലും സ്റ്റാൻഡേർഡ് വിട്ട് തിരിച്ച് കിസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് എനിക്കെന്തോ ഭയങ്കര ഫാസ്റ്റായി പോലെ തോന്നുന്നുണ്ട്. എടാ, ഇത് എപ്പിസോഡ് 6 ആയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊരാക്രാന്തമാ. കുറച്ച് ക്ഷമിക്കുകയൊക്കെ ചെയ്തൂടെ? നീയൊന്ന് പോയേ, ഞാനും നിന്നെ ക്ഷമിക്കുന്നേ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അമ്മാതിരി ഹോട്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഞാനിതൊക്കെ ആസ്വദിക്കാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അമ്മേ, എനിക്കില്ല മരുഭൂമിയിൽ മഴ പെയ്ത സുഖമാണ്, നിനക്കറിയോ? ഒന്നും പറഞ്ഞില്ലടാ, വന്ന് പിടിച്ചു വെച്ച് കിസ് ചെയ്തിട്ട് ഒറ്റ പോക്കാ. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? പക്ഷേ അറ്റ്ലീസ്റ്റ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഞെട്ടത്തില്ലായിരുന്നു. ഇതെന്നോട് ഒന്നും പറഞ്ഞില്ല, ഇപ്പോഴും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്രപ്പോസ് ചെയ്തില്ല, കൺഫ്യൂസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയാം, എനിക്കിതൊന്നും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല ഇഷ്ടം, ഒന്നും പറയാണ്ട് ചെയ്യുന്നതാ, അതുകൊണ്ടാണ് എൻ്റെ പേര് അറിവെന്ന്. എന്നിട്ട് ഒറ്റ പോക്ക്. എന്തോ ഇത്, എനിക്ക് പുള്ളിക്കാരനെ അങ്ങോട്ട് പിടി കിട്ടുന്നേ ഇല്ല.
പക്ഷെ പക്ഷെ എനിക്കിതെല്ലാം പുള്ളിക്കാരൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. പക്ഷെ ഓൾസോ ഐ ലൈക്ക് ഹിം. ഇതാ എൻ്റെ അവസ്ഥ. യുനോ. അയിനോ നിനക്കിപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ജലസ് അടിക്കുക നിൻ്റെ അടുത്ത്. എനിക്കും ഇങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആവാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ. എവിടെ കൺഫ്യൂസ്ഡ് പോയിട്ട് അതിൻ്റെ ഒരു പൊടി പോലും ആവാനുള്ള അവസരം എനിക്ക് ആരും തരുന്നില്ലല്ലോ. വല്ല വേണമെങ്കിൽ ഞാൻ തന്നെ പോയി എടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങണം. അബി, സോറി, നിങ്ങൾ പേഴ്സണൽ കോൺവെർസേഷനിലായിരുന്നെന്ന് തോന്നുന്നു. അതെ, ഈ വീട്ടിൻ്റെ വഴിയൊക്കെ മാറിക്കിടക്കുക. അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ വേദയുടെ ഒരു കാര്യം പറയാനാണ് വന്നത്. നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, കിസ്സിൻ്റെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാലേ, എനിക്ക് വേദയുടെ റൂമിൽ കിടക്കാൻ ഇന്ന് എന്തായാലും പറ്റത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ്. അഭിനയിക്കുന്നതുകൊണ്ട് പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിലും ഞാൻ പറയും, ഞാൻ വേദന വല്ലതും ഫിസിക്കലി ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, ടൈമായില്ല, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഈ സംഭവങ്ങളിലൊക്കെ കുറച്ച് കൺട്രോൾ കുറവാണേ. അതുകൊണ്ട് ഞാൻ ബ്രൂണോയുടെ റൂമിൽ കിടന്നോളാം. ശരി എന്നാൽ, അപ്പോൾ ഗുഡ് നൈറ്റ്. ഇപ്പം ഞാൻ ശരിക്കും പോവാണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോയോ? ഇയാൾക്ക് പ്രാന്താടാ. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് നിൻ്റെ അടുത്ത് പ്രേമമൂത്ത് പ്രാന്തായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇയാളെന്തെങ്കിലും പച്ചയ്ക്കൊക്കെ വിളിച്ചു പറയുന്നത് ഞാൻ നിൽക്കുന്നുള്ള. ഇതെൻ്റെ അറിവേട്ടനല്ല. ഞാൻ കണ്ട അറിവേട്ടൻ ഇങ്ങനെ അല്ല. നിന്നെ കണ്ടതിന് ശേഷം എൻ്റെ അറിവേട്ടൻ ഇങ്ങനെ മാറിയത്. ആടാ, ഇനി നീ എന്നെ പറ. പിന്നെ ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഞാനിവിടെ അല്ലെങ്കിലും 32 കിളിയും പറന്ന് കൂട് കാലിയായിട്ട് നിൽക്കുക. അപ്പോഴവൻ്റെ നിനക്ക് നിൻ്റെ അറിവേട്ടനല്ല നിൻ്റെ വേദ ഇങ്ങനെ ആയിരുന്നോ? പോയ കിളികൾ ഇതൊരു തിരിച്ചു വന്ന പോലുമില്ല. അപ്പോഴാണ് കണ്ടോ വീണ്ടും വന്ന് പറഞ്ഞിട്ട് പോയത്, കിസിൻ്റെ കാര്യം മറക്കല്ലേന്ന്. എന്നോട് കിടന്നാ കൺട്രോൾ പോവും, കയ്യിൽ നിന്ന് പോവും. എനിക്ക് ഇയാളെ പിടികിട്ടുന്നേ ഇല്ലല്ലോ എൻ്റെ അബി. എനിക്കേ പിടികിട്ടുന്നില്ല. നീ പോയി കിടന്നേ. പോടാ. പോയാ. എന്നാലും മണ്ടന് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ പോലെ അവൻ്റെ അവസ്ഥ. ഇതൊന്നും ആസ്വദിക്കാൻ അറിയാത്തവന്മാർക്ക് ദൈവന്മാർക്ക് ഒരു കൊടുക്കുകയുള്ളൂ. മനുഷ്യനൊരു പൂ പോയിട്ട് പൂക്കാലം പോലും തരത്തില്ല. പക്ഷേ എനിക്കെങ്ങനെ പൂക്കാലം ഉണ്ടാക്കണമെന്നറിയാം. എൻ്റെ അടുത്ത കളി. ശാശ്വട്ടാ, ഐ ആം കമ്മിങ്. ഈ കണക്കും തേങ്ങയൊന്നും ഞാൻ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല. പാതിരാത്രി വീട്ടിൽ വന്നാലും എനിക്ക് ഇതിനെ പണി. മര്യാദയ്ക്ക് വല്ലയിടത്ത് ഞാൻ സെറ്റിലായത്. ഈ അമ്മയാണ് എല്ലാത്തിനും കാരണം. അമ്മയുടെ ഒരു വാശി വല്ലതും പറഞ്ഞാൽ പറയും, ഭർത്തേട്ടനെ എന്നെ വിട്ടിട്ട് പോയി, ഇനി നീയും കൂടെ എന്നെ ഇങ്ങനെ ഓടി ചെയ്യാതിട മോനെ. എനിക്ക് പയ്യ മടുത്തു. ഇതൊക്കെ ഹർഷേട്ടനെ എന്നെ നോക്കിക്കൂടെ? ഹർഷേട്ടൻ ബാക്കിയെല്ലാം നോക്കും, ഇത് മാത്രം നോക്കത്തില്ല. എനിക്കാണെങ്കിൽ ഇതാണ് അറിഞ്ഞൂടാത്തത്. പണ്ടേ ഞാൻ മാച്ചിൽ വീക്കാണ് ഹർഷേട്ടനോട് 1500 പ്രാവശ്യം പറഞ്ഞു അത് കേൾക്കാൻ. ഇതെന്തൊന്നും ശരിയാവാത്ത. അതങ്ങോട്ട് പോയി ഇതങ്ങോട്ട് പോയി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ പൈസ എല്ലാം കൂടി എങ്ങോട്ട് പോയി? ശാശ്വട്ട, ആരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പോയാരുവാ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പോയതൊക്കെ ഞാൻ എടുത്തു വെച്ചങ്ങ് വിഴുങ്ങി. നിങ്ങൾ കാരണം എനിക്ക് സമാധാനമില്ല. നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ദ്രോഹം. ഒന്നുമില്ലെന്ന് പറയണം, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണം. മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലാനായിട്ട് എനിക്ക് തരേണ്ടതൊക്കെ കിട്ടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആരെന്തെങ്കിലുമൊക്കെ പോയി വാങ്ങും. കുരിശുകളൊക്കെ വണ്ടി പിടിച്ചാണല്ലോ കയറി വരുന്നത്. എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ നിനക്ക് എന്ത് തരാറുണ്ടെന്നാ? അബി, കളിക്കരുത്. ഒന്നാമത് ഞാൻ തലയ്ക്ക് തീ പിടിച്ചാ നിൽക്കുന്നത്. ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞ അവൻ അറിയത്തില്ല. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് രാത്രി, മനുഷ്യനെ വട്ടാക്കാതെ. അവന് ഞാൻ കൊടുക്കാണ്ട് പോലും. ആടാ, നിന്റെ 10 ലക്ഷം രൂപ എടുത്ത് ഞാൻ പോക്കറ്റ് ഇട്ടയക്കുക. നാളെ തരാം, അല്ലെങ്കിൽ വേണ്ട അടുത്ത ആഴ്ച തരാം. ഇപ്പൊ പോ. എനിക്ക് 10 ലക്ഷം രൂപയും വാങ്ങാണ്ടിന്ന് വേണ്ട. എനിക്കൊരു കിസ് തന്നാൽ മതി. അത് വെച്ച് ഞാൻ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ പിന്നെ എൻ്റെ പൊന്നു ശാശ്വട്ടനല്ലേ. പ്ലീസ്, ഒരു കിസ് പ്ലീസ്. കിസ്സാ ചേർക്ക? നിന്നുണ്ടല്ലോ ഞാൻ വല്ലതും എടുത്ത് എറിഞ്ഞു തരും. പോയേ, ഇപ്പൊ കിടന്ന് ഉറങ്ങ്. അവൻ്റെ ഒരു കിസ് മോട്ടാന്ന് വിരിഞ്ഞില്ല. നിന്റെ ഈ സ്വഭാവം കണ്ട നിന്നെ എൻ്റെ ഈ റൂമിൻ്റെ അകത്തോട് ഞാൻ കയറ്റാത്തത്, എൻ്റെ അടുത്ത് പോലും വരാൻ സമ്മതിക്കാത്തത്.
നീ കാണിക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മ ഉണ്ട്. പീഡകൻ പോടാ. ഓ അപ്പം തരൂലല്ലേ? ഫൈൻ, നിങ്ങൾ തരുന്ന ആരെയും കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോളാം. ഈ വീട്ടിൽ നിങ്ങൾ മാത്രമല്ലല്ലോ ആണായിട്ടുള്ളത്. ഇപ്പം തന്നെ വന്ന ആരെക്കൊണ്ട് നിറുവേട്ടനുണ്ട്, അറുവേട്ടനുണ്ട്, ബ്രൂണോ ചേട്ടനുണ്ട്. അതല്ലാണ്ട് സുന്ദരന്മാരായിട്ടുള്ള എത്രയോ സ്റ്റാഫ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഉറങ്ങാതെ എണീറ്റിരിക്കുന്നുണ്ടല്ലോ. അവരെ ആരെങ്കിലും ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങളെനിക്ക് തരണ്ട. അല്ലെങ്കിലും നിങ്ങളുടെ പുളുത്ത കിസ് വേണമെന്ന് പറഞ്ഞതല്ല ഞാൻ ജീവിക്കുന്നത് കേട്ടോ. ഐ വിൽ ഷോ യു. അയ്യോടാ, അയ്യോ ഇവ ഷോയു എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്ന. അയ്യോ പുറകെ പോവാം, ഇല്ലെങ്കിൽ പലതും ഞാൻ കാണേണ്ടി വരും. ദൈവമേ, വരുന്നില്ലേ? വരുന്നുണ്ട്. അയ്യോ ഞാനിപ്പം ഇവൻ തന്നെ ബെസ്റ്റ്. ഡോ ഇങ്ങ് വന്നേ. സോറി സാർ, രാത്രി ഇങ്ങനെ അങ്ങോട്ട് കൂടി നടക്കരുതെന്ന് ഹർഷൻ സാർ പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഞാൻ ലൈറ്റെല്ലാം ഓഫായോ എന്ന് നോക്കാൻ വന്നതാ. ലാസ്റ്റ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി എനിക്കാണേ അകത്തത്തെ. അപ്പം എല്ലാം സേഫ് ആണോ നോക്കാൻ വന്നതാ. ഞാൻ പോയി കിടന്നോളാം. അഭി സാർ പറയണ്ട, എനിക്ക് മനസ്സിലായി. അയ്യോ അതിന് സച്ചിനല്ലേ? സച്ചിൻ എന്നോട് സോറി ഒന്നും പറയണ്ട. പിന്നെ സച്ചിനെ, ഈ സാറേ എന്നുള്ള വിളിയൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് അങ്ങനെയൊന്നും വിളിക്കണ്ട. സച്ചിനെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സച്ചിൻ എനിക്ക് തരുമോ പ്ലീസ്? അയ്യോ എൻ്റെ പൊന്നു സാറേ, സാറിങ്ങനെ പ്ലീസ് എന്നൊന്നും പറയുന്നു ഇവിടെ ആരും കേൾക്കല്ലേ. എൻ്റെ ജോലി പോവും. സാറ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞോ, അതിന് എന്തുവാണെങ്കിലും ഞാൻ തരാം. ഇല്ലെങ്കിൽ എൻ്റെ ജോലി പോവും സാറേ. ഉള്ള കഞ്ഞൂടിയുടെ മുട്ടുവേ, അതുകൊണ്ടാ. സച്ചിന് തരാനൊക്കെ പറ്റും, തരാൻ പറ്റായികയൊന്നുമില്ല. വന്നല്ലോ സച്ചിനെ, എനിക്കൊരു കിണ്ടിക്ക് വേണ്ട അല്ലേ? സച്ചിൻ താൻ പോയി കിടന്നോ. അവനൊരു കിണ്ടിയും വേണ്ട. അവൻ ഒരു പ്രാങ്ക് ചെയ്യാൻ വന്നതാ, ഞാൻ കൊടുത്തതാ തന്നെ പറ്റിക്കാനായിട്ട്. താൻ പോയി കിടന്നോ, പൊയ്ക്കോ. ഓ ആണോ, ഉറപ്പാണല്ലോ അല്ലേ? എന്നാ ഞാൻ പോട്ടെ. ശരി സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കയ്യിൽ നിന്ന് വിട് സച്ചിനെ, പോവല്ലേ. എനിക്കൊരു കിസ് എന്നിട്ട് പോ. ശേ, തനിക്കെന്താടോ? ശാശ്വട്ടാ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. ശാശ്വട്ടനെ എനിക്ക് തരത്തുമില്ല. ഞാൻ ആരോടെങ്കിലും ചോദിച്ചാൽ അവരെ കൊണ്ട് എന്നെ തരാൻ സമ്മതിപ്പിക്കത്തുമില്ല. എന്തൊരു കഷ്ടമായത്. എൻ്റെ പൊന്നബി, നീ ഒന്ന് അടങ്ങ്. നിനക്ക് എന്താ വേണ്ട? കിസ്സല്ലേ? കണ്ടവരോടും കടിയവരോടൊക്കെ ഇങ്ങനെ ചെന്ന് ചോദിക്കാനാണെങ്കിൽ കൊന്നു കളയും ഞാൻ, കേട്ടോ? ഞാൻ തന്നെ തന്ന് തോലയ്ക്കാം. കിസ്സല്ലേ നിനക്ക് വേണ്ടേ? അതെ, എന്നാ തന്നെ തോല. ശാശ്വട്ടാ, കഷ്ടമുണ്ട്. അതൊന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓ ആണോ? അത് തുടങ്ങിയത് ഇവിടെ അവസാനിപ്പിക്കുന്നതാ നിനക്കും എനിക്ക് നല്ലത്. നീ ചോദിച്ചു, ഞാൻ തന്നു. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങാതെ. ഇതുപോലെ ഇനി എന്ത് വേണമെങ്കിലും അത് നീ ചോദിക്കേണ്ടത് എൻ്റെ അടുത്തായിരിക്കണം. അല്ലാതെ നീ എന്നോട് എന്താ ചോദിച്ചേ? കിസ്സല്ലേ? അത് തന്നില്ലേ? ഇനി നല്ല കുട്ടിയായിട്ട് എൻ്റെ അബി പോയി കിടന്ന് ഉറങ്ങും. വേറെ പലതും തരണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ കുറേശ്ശെ ഞാൻ തരാം, കേട്ടോ? മൊത്തത്തിലെല്ലാം എടുത്ത് തന്നാലേ പിന്നെ അതിൽ എന്തോ ഒരു രസം ഉണ്ടാവുക. ചില കിസ്സെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ ഭീഷണിപ്പെടുത്തി കിസ്സൊക്കെ കിട്ടും. ഞാൻ വേറെ ആരുടെ പോയി അത്ര ക്ലോസ് ആവുന്നതൊന്നും പിടിക്കത്തില്ല. ഇനി ഞാൻ നിങ്ങളെങ്ങനെ മുതലെടുക്കും മോനെ? കിസ്സാ? ബ്രൂണോ, നീ കേട്ടാ? നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം? അല്ല, നീ എന്തിനാ ചെറുക്കനെ കിസ് ചെയ്തേ? എന്നിട്ട് നീ
നീ ഇത്ര നേരം എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. ബ്രൂണോ, നിന്നോട് ഇന്നലെ രാത്രി ഇത് പറഞ്ഞായിരുന്നോ? ഓ പിന്നെ ഒരു മോൾക്ക് എന്തിനാ ഇത്ര വലിയ ധൈര്യം? ദേ, ഞാൻ നിങ്ങളെപ്പോലെ പൊട്ടന്മാരും പേടിത്തൊണ്ടന്മാരൊന്നുമല്ല. പേടിത്തൊണ്ടനൊന്നുമല്ല. എനിക്ക് ഭയങ്കര ധൈര്യമാണ്. പിന്നെ അന്നേരം എനിക്കറിയത്തില്ല, എനിക്ക് അവനെ ഭയങ്കര അട്രാക്റ്റായിട്ട് തോന്നി. എനിക്ക് അവൻ്റെ അടുത്ത് ഒരുതരം അട്രാക്ഷൻ തോന്നി. ഞാൻ പോയി കിസ് ചെയ്തു. എടാ അവൻ കണ്ണുകൊണ്ട് വീഴ്ത്തുവാടാ. അവൻ കാണണം. ഓഹ് എൻ്റെ മോനെ. പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണത്തില്ല. അത്രയ്ക്ക് സമാധാനം അവൻ്റെ അടുത്ത്. നിനക്കറിയോ, അവനിങ്ങനെ തിരിഞ്ഞെന്നെ നോക്കി അവൻ്റെ കണ്ണിങ്ങനെ ചെറുതായിട്ട് നിറഞ്ഞിരിക്കുക. ഓഹ്, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പോയി കിസ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ അവൻ തിരിച്ചു തന്നെ കിസ് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, പൊരിഞ്ഞ് കിസ്സായിരുന്നു. പിന്നെ ഞാൻ തന്നെ നിർത്തി. എൻ്റെ കയ്യിൽ നിന്നില്ലെങ്കിൽ ആ സ്റ്റോർ റൂം ഞാനൊരു മണിയറാക്കി തീർത്തേനെ. അതുകൊണ്ട് ഞാൻ തന്നെ നിർത്തി. ഇനിയിപ്പോൾ എന്താ തെറ്റ്? ഒരാളോട് ഫീലിങ്സ് തോന്നി, അതൊരാൾ പ്രകടിപ്പിച്ചു. അതിനിപ്പോൾ എന്താ തെറ്റ്? എനിക്കവനെ കിസ് ചെയ്യാൻ തോന്നി കിസ് ചെയ്തു. നാളെ എനിക്കവനെ വേറെ വല്ലതും ചെയ്യാൻ തോന്നി ഞാൻ ചെയ്യും. അത് എൻ്റെ സ്വാതന്ത്ര്യം. അവന് സമ്മതമാണെങ്കിൽ അവൻ്റെ സ്വാതന്ത്ര്യം. സോ വാട്ട് എന്നാ ബ്രൂണോ, നീ ഇത് കേട്ടാ? ദാറു, ഇത് നമുക്ക് പണിയാവേ. നിനക്കൊരു കുഴപ്പമില്ല. നീ കയറി ഉമ്മിക്കുന്ന ഭേദമുണ്ടല്ലോ, ആ ഒരു പാവമാ. പക്ഷെ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു ഡ്രാക്കുളയാ. അതെന്നെ വല്ലതും ചെയ്താ നിനക്കൊക്കെ തന്നെ നഷ്ടം. അത് മറക്കണ്ട. നിന്നെന്ത് ചെയ്യാനാ? എന്താ നിന്നെ ഉമ്മിക്കാന്ന് പറഞ്ഞോ? എന്നാ പിന്നെ അങ്ങ് വാങ്ങിച്ചോ. ഓസിന് കിട്ടുന്നേ ഇല്ലേ? വേദയുടെ ടിൻ ബ്രദറല്ലേ? ചില്ലറക്കാരൻ നഹിഹി, ഉറപ്പാ. ചെറുക്ക ഒറ്റ വീക്കങ്ങ് വെച്ചെന്നുണ്ടല്ലോ, ചില്ലറക്കാരൻ നഹിഹി ഉറപ്പാ അവൻ്റെ. നീയൊക്കെ ഇത് എന്തെറിഞ്ഞിട്ടാ? ഇന്നലെ രാത്രി ഞാൻ അവനോട് ഇത് പറയാമെന്ന് വിചാരിച്ചതാ. പിന്നെ വിചാരിച്ചു രാവിലെ നീയും കൂടെ വന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുത്തി പറയാമെന്ന്. എടാ, ഈ ഹർഷം അഭിന്നും ശരിക്കും ഈ വീട്ടിലെ ഈ സ്വത്തുക്കളുടെ അവകാശിയൊന്നുമല്ല. അവൻ്റെ മുത്തച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനാ ഈ ഹർഷം അഭിയും. അവരെന്തോ എന്തോ ചെയ്തു. പണ്ടി മുത്തശ്ശൻ്റെ ബോഡി ഗാർഡ് എന്തൊക്കെ ആയിരുന്നു. അങ്ങനെ മരിക്കുകയും പിന്നെ മുത്തശ്ശൻ ഇവരെ എടുത്തു വളർത്തുകയും മുത്തശ്ശൻ മരിക്കാൻ നേരത്ത് ഈ വേദയുടെ രുദ്രയുടെ അച്ഛനും അമ്മയും ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ എന്തോ മരിക്കുക. അവരെ സ്വത്തുക്കളാണ് ഇതൊക്കെ, ഈ വേദയുടെ രുദ്രയുടെ. മുത്തശ്ശൻ മരിക്കാൻ നേരത്ത് അത് ഹർഷനെ ഏൽപ്പിക്കുക. ഹർഷൻ ഈ പിള്ളേർ ഇത് ഏറ്റെടുക്കുന്നവരെ നോക്കി നടത്താനായിട്ട് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളാണ്. ഈ ശാശ്വതം ഉണ്ടല്ലോ, അവനെന്ന് പറയുന്നത് വേദയുടെയും രുദ്രയുടെയും അച്ഛൻ്റെ അനിയത്തിയുടെ മോന. ഈ അനിയത്തിയാണ് നമുക്കിട്ട് അണ്ണാക്കി പണി തന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. അല്ല, സത്യം പറഞ്ഞാൽ ആ പെണ്ണുമ്പിള്ളയ്ക്കോ അല്ലെങ്കിൽ ആ ശാശ്വതിനോ ഇതിലൊന്നും ഒരു അവകാശമില്ല. ഇതെല്ലാം ഈ വേദയുടെ രുദ്രയുടെ അച്ഛൻ്റെ കഷ്ടപ്പാടാണ്. ഇന്നലെ ഇതൊക്കെ ഹർഷനോട് ഞാൻ ഈ പേരൊക്കെ എന്തെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവൻ ആ ഫ്ലോയിലങ്ങ് പറഞ്ഞതാണ്. പിന്നെ ഞാൻ നമ്മുടെ കാര്യവും പറഞ്ഞായിരുന്നു. അവൻ നമ്മളോട് എന്നോട് ചോദിച്ചു നമ്മുടെ പേരെന്താ ഇങ്ങനെയെന്ന്. എടാ, എനിക്കെന്തോ നല്ല ടെൻഷനുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ പെണ്ണും പിള്ളയ്ക്ക് കൂടെ നിന്ന് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തു കൊടുത്തിട്ട് ലാസ്റ്റ് അവർ ഇന്നലെ നിറു പറഞ്ഞ പോലെ നമ്മളൊന്നും ചെയ്യാൻ മടിക്കത്തില്ല. ഉറപ്പായും അവർ നമുക്കിട്ട് പണിയും. പിന്നെ ഈ ശാശ്വത് അവരെ നിർബന്ധപ്രകാരമാണ് ഈ കമ്പനി കയറി ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അവനിതൊന്നും താല്പര്യമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ പോരാണ്ട് ഇതെല്ലാം വേദയോ രുദ്രയോ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഹർഷൻ ഇവിടെ നിന്ന് പോവും. അന്നേരം അബിയുടെ കാര്യം എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അന്നേരം ഹർഷൻ പറഞ്ഞത് അബിക്ക് ശാശുവിന് ഇഷ്ടമാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്നിപ്പിക്കും, അത് കഴിഞ്ഞ് അവൻ്റെ പാട്ട് നോക്കി പോകുമെന്നാ. നിങ്ങൾക്കിപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായില്ലേ? നമ്മൾ നിൽക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യാനാണ്. അതുകൊണ്ട് സൈൻ മാക്സിമം വാങ്ങിച്ചു കൊടുക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് അവർ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും. പിന്നെ വേറെ പണിയില്ലല്ലേ? നീ പോയേ ബ്രൂണോ? ആ സൈന് വാങ്ങിച്ചു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നല്ല. സൈൻ എങ്ങനെയും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കുക വേണ്ടേ പോലും. ദേ ബ്രൂണോ, ഞാനാ നരയത്ത് കിടക്കുന്നത്, നിങ്ങൾ കൊണ്ടുവരല്ല. ദേ എവന് തോന്നുമ്പോൾ കയറി ഉമ്മിക്കാനും കെട്ടിപ്പിടിക്കാനും ഫസ്റ്റ് നൈറ്റ് എടുത്താനൊക്കെ ഒരുത്തനായി. നിനക്കും അതുപോലെ തന്നെയാണ്. നീ സേഫാണ്. ആ ഷെഫ് എല്ലാം ചെയ്തോളും. നീ ഇങ്ങനെ കൊണ്ട് വച്ചു കൊടുത്താൽ മാത്രം മതി. ഞാനങ്ങനെ അല്ല. കിടക്കുന്നവൻ്റെ കൂടെ, തിന്നുന്നവൻ്റെ കൂടെ, ഇരിക്കുന്നവൻ്റെ കൂടെ ഞാനോ നരകയാതന മുഴുവൻ അനുഭവിക്കുന്നത്. അത് നിങ്ങൾക്കൊട്ടർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടാ, അങ്ങനെ പെട്ടെന്ന് സൈൻ വാങ്ങിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ കൊടുക്കണ്ടേ എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് കുറച്ചുകൂടെ തിരക്കാം. അതായത് നോക്കാം ആരെ ഭാഗത്താ എന്താ. ഈ ഹർഷ് പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ ആ പെണ്ണുമ്പിള്ള പറഞ്ഞത് ശരിയാണോ? നമ്മൾ വന്നേലേ ഉള്ളൂ. പിന്നെ നിൻ്റെ അടുത്ത്
നീ കാണിക്കുന്നതൊക്കെ മണ്ടത്തരോ അബദ്ധമോ. എടാ നീ ആ ചെറുക്കനെ ഒന്നും മിണ്ടാതെ പോയി കിസ് ചെയ്തിട്ട് എടാ അബിയുടെ വിചാരം എന്താ? നിനക്ക് അവനെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇഷ്ടമാണ്. അക്കാര്യം ഇവിടെ വന്നതിൽ എനിക്ക് മനസ്സിലായ കാര്യം ഒന്നുറപ്പാ. അബിയും വേദയും എന്ന് പറയുന്ന ആ ചെറുക്കനും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. അബി എന്തായാലും ആ ചെറുക്കനോട് അത് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ആ ചെറുക്കൻ നിന്നെ തിരിച്ച് കിസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ ചെറുക്കന് നിന്നെ ഇഷ്ടമാണ് മുമ്പേ തന്നെ. പിന്നെ പോരാഞ്ഞിട്ട് ആ ഹർഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ ചെറുക്കനൊരു പാവമാണ്. ദേ അരു, നീ എൻ്റെ അനിയനാ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നീ ഭയങ്കര ഫ്രോഡാണ്, പൊക്ക പ്ലേ ബോയ്. അതുകൊണ്ട് പറയാ അറോ, വെറുതെ ഒരു പാവപ്പെട്ട ചെറുക്കൻ്റെ ജീവിതം വെച്ച് കളിക്കരുത്. നീ അവൻ്റെ ഫീലിങ്സ് വെച്ചാൽ കളിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവൻ വിചാരിക്കും നിനക്ക് അവനോട് മുടിഞ്ഞ പ്രേമവും ട്രൂ ലവും ഒക്കെ ഉണ്ടായിട്ടാണ്. എടാ ഇനി നീ അവനോട് അങ്ങനെ ബിഹേവ് ചെയ്യരുത്. എൻ്റെ ബ്രൂണോ, നീ ഇത് ഏത് കാലഘട്ടത്താണ് ജീവിക്കുന്നത്? ഇത് നിൻ്റെ പണ്ടത്തെ 90-ാം കാലഘട്ടമൊന്നും അല്ല. എൻ്റെ പൊന്നു ബ്രൂണോ, ഇപ്പം ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു കുട്ടിയും ഉണ്ടായിട്ടാണ് കല്യാണം നടത്തുന്നത്. അതറിയാം നിനക്ക്? അതായത് അവർ ലൈഫൊക്കെ ജീവിച്ച് അവർ ഓക്കെ ആണോ, അവർ രണ്ടുപേരും തമ്മിൽ സെറ്റിലാവോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അവർ കല്യാണം നടത്തും. ഇതാണ് ഈ ജനറേഷൻ. അത് നീ ആദ്യം മനസ്സിലാക്ക്. പിന്നെ അവന് ഇനി എന്നോട് ഫീലിങ്സ് ഉണ്ടോ ഇല്ലേ എനിക്കതൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് അവനോട് ചെറിയൊരു അട്രാക്ഷൻ തോന്നി. അത് എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ പ്രകടിപ്പിക്കും. അതിന് എങ്ങനെയാണോ അങ്ങനെ. എനിക്കത് തോന്നുമ്പോൾ എന്ത് മൂടാണോ ആ മൂഡ് ഞാൻ അവനോട് ബിഹേവ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് നിങ്ങളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതുവരെ വേറെ ബോയ്സിനോടൊന്നും അട്രാക്ഷൻ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒരു ബൈസിലാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാനീ പെൺപിള്ളേരുടെ പിറകെ ഇങ്ങനെ പൂവും കൊണ്ട് നടന്നിട്ടുണ്ടെന്നല്ലാതെ എനിക്കങ്ങനെയൊന്നും ആരോടും തോന്നിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. അതും അവൻ്റെ മുഖത്ത് നോക്കാതിരിക്കാൻ തോന്നത്തില്ല. അമ്മാതിരി അട്രാക്ഷൻ എനിക്ക് അവൻ്റെ അടുത്ത്. അവൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോവും. നിങ്ങളെത്തി മനസ്സിലാക്ക്. അതെന്താന്ന് അവനായിട്ട് ഇടപഴകി അവനോട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. സോ അവനോട് തോന്നിയ ഫീലിങ്സ് എന്താണോ അത് ഞാൻ അതുപോലെ തന്നെ കാണിക്കും. അതിന് എന്തായിരുന്നാലും അതിനെ എനിക്ക് അവനോട് സെറ്റ് ചെയ്യണമെന്ന് തോന്നി ഞാൻ പോയി ചെയ്യും, ഉറപ്പാണ്. പക്ഷെ അവ സമ്മതിച്ചാൽ മാത്രം. അല്ലാതെ ഞാൻ ഈ 12-ാം നൂറ്റാണ്ടിലെ കളവന്മാരെ പോലെയൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നും അല്ലാന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമെന്നുള്ളതാണ്. എൻ്റെ ചെറിയ മണ്ടത്തരമൊക്കെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ അത്ര പോങ്ങനൊന്നുമല്ല. അവൻ എന്നെ മനസ്സിലാവും, അത്ര തന്നെ. കെട്ടണം പൂട്ടണം ജീവിതകാലം മുഴുവൻ കൂടെ കാണണം അതൊന്നും ഞാൻ ഇപ്പം ചിന്തിക്കുന്നില്ല. എനിക്ക് എൻ്റേതായ ഫീലിങ്സ് ഉണ്ട്, അവൻ്റേതായ ഫീലിങ്സ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. കണ്ടോ ബ്രൂണോ? എടാ നീ ഇതെന്തറിഞ്ഞിട്ടാ? എടാ നീ ഈ പറയുന്ന ലോജിക്കൊന്നും എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. ഞങ്ങൾ 2 മണ്ടന്മാരായ ചേട്ടന്മാരായതുകൊണ്ട് നിൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കും. പക്ഷെ എന്ന് വെച്ച് എൻ്റെ ബ്രൂണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവർക്ക് ഡൈജസ്റ്റ് ആവുമോ? എന്തെങ്കിലും ഒരു പ്രശ്നം ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ഉള്ളവന്മാരെല്ലാം കൂടെ നമ്മളെ പിടിച്ച് പോലീസിന് കൊടുക്കും. പിന്നെ കാണാം എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇടുക്കി ഡാം പൊട്ടുന്ന പോലെ പൊട്ടിയങ്ങ് വീഴും എല്ലാം. ആരും ഒന്നും മറക്കണ്ട. എൻ്റെ പൊന്ന് നിറു, നിനക്ക് ആ രുദ്രയെ പേടിയാന്ന് എനിക്കറിയാം. ഇത്രയും പേടിയാന്ന് ഞാൻ വിചാരിച്ചില്ല. പൊന്നോ, എൻ്റെ പൊന്ന് നിറു, അവൻ നിൻ്റെ ഇളയതാടാ. 10-23 വയസ്സ് മാത്രമുള്ള അവനാണ് നീ ഇങ്ങനെ ഡ്രാക്കുളയെ കണ്ടോലെ പേടിച്ചിട്ട് അതും ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത്. ഇതേ നാണക്കേട് കേട്ടോ നിറു. നിനക്ക് എത്ര വയസ്സാന്ന് വല്ല ബോധമുണ്ടോ? അതെല്ലാം പോട്ടെ, ഞാനൊരാളെ കിസ് ചെയ്തതിനാണ് നിനക്ക് ഇത്രയും വിഷമമെങ്കിൽ നീ ഒരു രുദ്രയ്ക്കറി കിസ് ചെയ്തോ? അപ്പോൾ നിൻ്റെ പ്രശ്നം തീരുന്നില്ലേ? ഇതിപ്പോൾ ഞാനിവിടെ കിസ് ചെയ്തതാണ് ഇൻ്റർനാഷണൽ പ്രശ്നം നിങ്ങൾക്കിടയിൽ. ഞാൻ കിസ് ചെയ്തവന് പോലും വിഷമമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമമാണ്. നിങ്ങൾ രണ്ടുപേരും കാര്യം ചെയ്യും, രണ്ടുപേരെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കിസ് ചെയ്തോ? ഞാനെന്തോ വേണ്ടത് പറഞ്ഞോ? ഇത് കൊള്ളാം, എനിക്ക് കിസ് ചെയ്യാനും പാടില്ലേ. എനിക്കൊരുത്തന്നെ കിസ് ചെയ്യണമെന്ന് തോന്നി, കണ്ടപ്പോൾ കൊള്ളാൻ തോന്നി, ഞാൻ അവനെ കയറി കിസ് ചെയ്തു. അവനും കുഴപ്പമില്ല, നാട്ടുകാർക്കും കുഴപ്പമില്ല, വീട്ടുകാർക്കും കുഴപ്പമില്ല. എൻ്റെ 2 ചേട്ടന്മാരുണ്ട്, അവർക്ക് കുഴപ്പം. ഇത് കൊള്ളാം, എനിക്ക് ആരെയും കിസ്സും ചെയ്തുകൂടെ? അതെ, ഈഗോയ്ക്കും ജലസിനും മരുന്നേ ഇല്ല. ആടാ, ഞങ്ങൾക്ക് ഈഗോ അങ്ങ് തിളച്ച് മറിയാണല്ലോ നീ അവനെ കിസ് ചെയ്തോണ്ട്. ചെറുക്കോ ഒറ്റ തൊല്ലങ്ങ് വെച്ചെന്നാണ്ടല്ലോ അവൻ്റെ ഒരു പൊട്ടത്തരം. എടാ, നീ അവനെ കിസ് ചെയ്തതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അവന് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾക്കെന്താ കുഴപ്പം? എടാ,
എടാ ഞങ്ങൾ കാര്യമാണ് പറഞ്ഞേ. നാളൊരു സമയം എന്തെങ്കിലും കുഴപ്പമായാലോ എന്നാ പറഞ്ഞേ, അല്ലാതെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. ഓ പിന്നെ ഞാനും ഒരു കൂടെ നിരാശകാമുവിൻ്റെ പാട്ടും പാടിക്കൊണ്ട് നടക്കുവാണല്ലോ. ഓ എന്തൊക്കെ കേൾക്കണം. നല്ലത് പറഞ്ഞു കൊടുക്കാനും പാകില്ല. ഞാൻ പോവാ. ആ ഷെഫിനി എന്നത്തേക്ക് ഇങ്ങോട്ട് വരും. ശരിയെന്നാ. ആ ഞാനും പോവാ. എന്നോട് അവൻ്റെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ അയാളെ പേര് ഹർഷൻ. അയാളാ പറഞ്ഞേ അവരെയും കൊണ്ടൊന്ന് കോളേജിൽ പോകണമെന്ന്. ഞാനൊരു ബോഡി ഗാർഡാണല്ലോ. ഞാൻ പോയി ആ വേദയെ പോയി വിളിച്ചിട്ടെ. അത് കഴിഞ്ഞാൽ അഭിനയം വിളിക്കണം. എന്നിട്ട് വേണം അവരെയും കൊണ്ട് കോളേജിൽ പോകാനായിട്ട്. ശരിയെന്നാ. നിറു നിനക്കൊരു ജോലിയില്ലേ? എൻ്റെ പൊന്നറു, നീ ഇങ്ങനെ ജോലിയില്ലേ എന്ന് ചോദിച്ച് ജോലി വിളിച്ച് വരത്താതെ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു. നേരത്തെ ചെന്നപ്പോൾ എന്നെ ആ റൂമിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് കളഞ്ഞ ഡസ്റ്റ്ബിനൊക്കെ ക്ലീനാക്കി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. ആ ഡസ്റ്റ്ബിൻ്റെ ഡോറിൻ്റെ വെളിയിൽ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ നിങ്ങളെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് എങ്ങോട്ടാണാവോ പോണത്. ദൈവം തമ്പുരാനും മാത്രം അറിയാം. കർത്താവിനും ആ ഡ്രാക്കുളയ്ക്ക് മാത്രം അറിയാം അയാൾ എന്തൊക്കെയാണ് ചിന്തിച്ച് വെച്ചേക്കുന്നതെന്ന്. അയാളല്ല, ആ ചെറുക്കൻ. എനിക്കങ്ങനെ വരത്തുള്ളൂ. എന്ത് ചെയ്യാനാ, നാച്ചുറലായിട്ട് വന്നു പോകുന്നതാ. ശരി എന്നാ ഞാനും പോവുക. ഇല്ലെങ്കിൽ അവൻ ആ ഡസ്റ്റ്ബിന്നകത്ത് പൂട്ടി എന്നെ വയ്ക്കും. പാവം എൻ്റെ നീറു. എല്ലാവരെക്കാളും കഷ്ടം അവൻ്റെതാ. എല്ലാം ശരിയാവും. ശരിയായില്ലേ പറ്റൂ. എനിക്കിപ്പോൾ വേദയെ കാണണം. ഞാൻ പോയി ഒരു കിസ് അടിച്ചിട്ട് വരാം. ഇപ്പോഴാ എന്നെ കാണാൻ പോളി. ഇന്ന് അറിവും കൂടെ ഉള്ളതല്ലേ, കോളേജിൽ സൂപ്പറായിരിക്കും. എന്ത് രസമായിരിക്കും. ഞാനിങ്ങനെ മുമ്പേ നടക്കുക, എൻ്റെ പിറകെ അറിവ് നടക്കുക. എൻ്റെ അമ്മേ. എന്നാലും അറിവ് എന്തായിരിക്കും എന്നോട് ഐ ലവ് യു പറയാത്ത, പ്രപ്പോസ് ചെയ്യാത്ത? കിസ് മാത്രം അടിച്ചു. യു ആർ സോ ബ്യൂട്ടിഫുൾ എന്നും പറഞ്ഞു. ഐ ലവ് യു മാത്രം പറഞ്ഞില്ല. ഇന്ന് ആ കുരുട്ടടക്കം ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ അബി നേരെ എൻ്റെ റൂം മുഴുവൻ കയറി ഇറങ്ങി ഡ്രസ്സൊക്കെ പിടുത്തുവാരിയിടേണ്ടതാണ്. പോത്തോലെ കിടന്ന് ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ കുളിക്കുമായിരിക്കും. എന്തേലും ഹായ്. പെട്ടെന്ന് വാ, അബീനെ വിളിച്ചോണ്ട്. ഞാൻ പുറത്ത് കാണും. കോളേജിൽ പോണ്ടേ? പെട്ടെന്ന് വരാൻ നോക്ക്. ശരിടാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അറിവ് ബെഞ്ചമിൻ തിരക്കണമല്ലോ.